channel Natasha's Tuition Gallery. Today, here we are going to take 8th standard basic science, topic chemistry and chapter properties of matter. Okay, properties of matter. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ബയോളജി, സെക്കൻഡ് പാർട്ട് കെമിസ്ട്രി, തേർഡ് പാർട്ട് ഫിസിക്സ്. അപ്പം കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ബയോളജിയിൽ ഫസ്റ്റും സെക്കൻഡും ആണ് പാർട്ടായിട്ട് വരുന്നത്. പിന്നെ കെമിസ്ട്രിയിൽ തേർഡും ഫോർത്തും. അപ്പോൾ തേർഡ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മാറ്ററിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം അല്ലേ? മാറ്റർ എന്താണ് നിങ്ങൾ പറയുമോ അതോ ഞാൻ പറയണോ? Yes, let us tell about matter. Matter is anything that occupies space and has mass. Matter is anything that occupies space and has mass. Okay? മനസ്സിലായല്ലോ മാറ്റർ എന്താണ്? Matter is divided into 3 types. 3 തരത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. So guys, this way ആണ്. First one solid, second one liquid, third one gas. First solid, second liquid, third gas. First നമുക്ക് സോളിഡിനെ കുറിച്ച് പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കേണ്ടത്. Solid are very closely or very tightly packed. Okay? In solid, the particles are very closely or tightly packed. They are rigid. They have a definite volume. They retain their shape. They are incompressible. They are incompressible. Example, ഉദാഹരണത്തിന് wood, iron, stone, gold, diamond ഒക്കെ ഇതിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഞാനിവിടെ ഒന്ന് എഴുതി തരാം. ഗോൾഡ്, ഗോൾഡ്. ഇനി ലിക്വിഡിനെ കുറിച്ച് പഠിച്ചാലോ? എല്ലാവരും റെഡി ആണല്ലോ? In liquid the particles are loosely packed. In liquid the particles are loosely packed. Properties of liquid. Liquid have no definite shape. Liquids have no definite shape. They take the shape of the container in which they are kept. Okay? They have a definite volume. They can flow from higher to lower level. They have only one free surface. Okay? ലിക്വിഡിനെ കുറിച്ച് പഠിച്ചാലോ? അപ്പം എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾസ്? അതെ, വാട്ടർ, മിൽക്ക്, ജ്യൂസ്, ദെൻ കെറോസിൻ, പെട്രോൾ, ആൽക്കഹോൾ എക്സെട്ര. ഓക്കെ, അപ്പം ഞാൻ എക്സാമ്പിൾ ചെയ്തിട്ടെ ഗായ്സ്. ലിക്വിഡ് ഇതാണ്. ഹണി, തേൻ ഒരു ലിക്വിഡാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് നോക്കാം. In gas, the particles are very, very loosely packed. Gas have no definite volume. They do not have any definite shape. They can flow and move in all directions. They can be compressed inside a container. Gases exert equal pressure in all directions. Okay, മനസ്സിലായല്ലോ? എക്സാമ്പിൾ എയർ ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എയർ, ദെൻ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എക്സെട്ര. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് കടക്കാം. ഗായ്സ്, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. ദെൻ സോളിഡും ലിക്വിഡും ഗ്യാസിനെ കുറിച്ചിട്ട് മെനി ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ അത് ക്ലിയർ ആവും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. Each substance is made of tiny particles which cannot be seen with the naked eyes. These particles bear
bear all the properties of the substance. അപ്പോൾ അടുത്ത ടോപ്പിക് ഏതാണ്? ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ. അതാണ് ടോപ്പിക്. അതിലൊരു പോയിന്റ് ആണ്, if substance is made of tiny particles which cannot be seen with naked eyes, these particles bear all the properties of the substance. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഒരു കാര്യം, ഞാൻ എടുക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അതുകൊണ്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഗായ്സ്, നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. പറയട്ടെ, വായിക്കട്ടെ, കുറച്ച് വലിയ ടോപ്പിക്കാണ്. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? വായിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഞാൻ പറയാം. പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി. നെക്സ്റ്റ് ആണ് particles move continuously. Next one is particles attract one another. Particles attract one another. മനസ്സിലായല്ലോ? ഇതിന് വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു പാർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞല്ലോ, സോളിഡിന് ഭയങ്കര ടൈറ്റിലാണ് പാക്ക് ആവുന്നത്. ദെൻ ലിക്വിഡിന് കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ആവുന്നത്. പിന്നെ ഗ്യാസ് വളരെ ഫ്രീ ആയിട്ടാണ് ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഗായ്സ്, നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്ന് കരുതുന്നു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഞാൻ തീർച്ചയായിട്ടും 2 തവണയെങ്കിലും ഒറ്റൊരു പാർട്ട് വായിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവാൻ ചാൻസും ഉണ്ട്. വായിക്കാം. എസ് സോളിഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ലിക്വിഡ് എൽ. ഓക്കെ, ഗ്യാസിന് ജി ആണ് ഇട്ടിട്ടുള്ളത്. അത് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. സോളിഡ് ടു ലിക്വിഡ്, ദ പ്രോസസ് ഇസ് ലിക്വിഫാക്ഷൻ. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഫാക്ഷൻ. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്നെ ചോദിക്കാം. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. ഇനി ലിക്വിഡ് ടു സോളിഡ്, ലിക്വിഡ് ടു സോളിഡ്, സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് ടു സോളിഡ്, സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് ടു ഗ്യാസ്, വെപ്പറൈസേഷൻ. ലിക്വിഡ് ടു ഗ്യാസ്, വെപ്പറൈസേഷൻ. Then gas to liquid, condensation. Gas to liquid, condensation. Gas to solid, solidification. Gas to solid, solidification. Then solid to gas, sublimation. Solid to gas, sublimation. If you want to note it down, you can note it down. നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഞാൻ ഒന്നുകൂടി വായിക്കാം. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഫാക്ഷൻ. ലിക്വിഡ് ടു സോളിഡ്, സോളിഡിഫിക്കേഷൻ. ലിക്വിഡ് ടു ഗ്യാസ്, വെപ്പറൈസേഷൻ. ഗ്യാസ് ടു ലിക്വിഡ്, കണ്ടൻസേഷൻ. ഗ്യാസ് ടു സോളിഡ്, സോളിഡിഫിക്കേഷൻ. സോളിഡ് ടു ഗ്യാസ്, sublimation. Okay, I think if you want to note it, you can note it down. I think you have noted down. Guys, നിങ്ങൾ എഴുതിയത് കരുതുന്നു. ഞാൻ ടോപ്പിക്ക് മാറ്റാൻ പോവുകയാണ്. Guys, നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഇവിടെ എടുക്കാൻ പോവുകയാണ്. ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഡിഫ്യൂഷൻ is the spontaneous mixing of different particles having freedom of movement. Diffusion is the spontaneous mixing of different particles having freedom of movement. മനസ്സിലായല്ലോ? നമ്മുടെ ഡിഫ്യൂഷൻ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതെന്ന് വെച്ചാൽ
ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്പ്രെഡിങ് ഓഫ് ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്. ഒരു ഫ്രൂട്ടിന്റെ സ്മെല്ല് പരക്കുക, ഒരു സുഗന്ധം പരക്കുക. ദെൻ സ്പ്രെഡിങ് ഓഫ് ദ സ്മെൽ ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരുന്നാൽ അതൊക്കെ നല്ലോണം പരന്ന് നടക്കുന്ന ഒരു സ്മെല്ലാണ്. ഇതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇനി അടുത്ത ടോപ്പിക് ഇതാണ്. വായിക്കട്ടെ? ഓക്കെ. പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. അടുത്ത ടോപ്പിക് മനസ്സിലായല്ലോ? പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഇതിനെ നമുക്ക് എന്താണെന്ന് ക്ലിയർ ആയാൽ മാത്രം മതി. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? മെറ്റീരിയൽസ് made of particles of identical nature are called pure substance. Pure substance. ഒന്നുകൂടി. Materials made of particles of identical nature are called pure substance. ഇനി mixtures എന്താണെന്ന് നോക്കാം. The substance made of particles of different natures are called mixtures. ഒന്നുകൂടി. The substance made of particles of different natures are called mixtures. അപ്പം പ്യുവർ സബ്സ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പം മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കുറേ ഐറ്റംസ്, സോഡ വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഒക്കെ മിക്സ്ചർ ആണ്. പ്യുവർ സബ്സ്റ്റൻസിൽ ഗോൾഡ്, ഷുഗർ, സോൾട്ട് ഒക്കെ വരും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കാണാലോ? റെഡി അല്ലേ? അടുത്ത ടോപ്പിക് സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഓക്കെ, സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഡിസ്റ്റിലേഷൻ ആണ്. നമുക്ക് ഡിസ്റ്റിലേഷനെ കുറിച്ച് പഠിച്ചാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആൾറെഡി? ഓക്കെ. When one component of the mixture is volatile and the others do not vaporize under the same condition, they can be separated by distillation. Okay, then മനസ്സിലായല്ലോ? When one component of the mixture is volatile and the other do not vaporize under the same condition, they can be separated by distillation. Okay, then fractional distillation. Fractional distillation. The boiling points of the components have very small difference. Fractional distillation is to be used to separate them. Okay, fractional distillation. Fractional distillation. The boiling points of the components having very small difference. Fractional distillation is to be used to separate them. Then separation using separating funnels. Separating funnels ന്റെ സഹായത്താൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. Separating funnel is an apparatus used for separating immiscible liquid from their mixture. അപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ വാട്ടറും കെറോസിനും കൂടി മിക്സ് ചെയ്തു. വാട്ടറും കെറോസിനും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് ഈ സെപ്പറേറ്റിംഗ് ഫണലിന്റെ സഹായത്താൽ നിങ്ങൾക്ക് വാട്ടറും അതുപോലെ കെറോസിനും വേർതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സബ്ലിമേഷൻ. Sublimation. The process in which a solid heated and changed directly into gas without melting into liquid is called sublimation. The process in which a solid heated changes directly into gas without melting into liquid is called sublimation. Then centrifugation. To separate
particles in a liquid mixture on the basis of their mass difference, centrifuge is used. This process is known as centrifugation. Okay, to separate insoluble particles in a liquid mixture on the basis of their mass difference, centrifuge is used. This process is called centrifugation. ഇനി നമുക്ക് ഇതേ ടോപ്പിക്കിൽ സെപ്പറേറ്റിംഗ് ഓഫ് കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ എന്ന ടോപ്പിക്കിൽ വേറൊരു സെക്ഷനും കൂടി ഉണ്ട്, ക്രൊമാറ്റോഗ്രഫി. എനിക്ക് എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് എഴുതാഞ്ഞത്. നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആയിട്ടുള്ള സെപ്പറേറ്റിംഗ് ഓഫ് കമ്പണൻസിലെ ലാസ്റ്റ് സെക്ഷനാണ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന് നോക്കാം. Chromatography is the method used to separate more than one solute dissolved in the same solvent. This method was first employed from separating colored substance, and hence this process came to be known as chromatography. Okay, chromatography. Chromatography is the method used to separate more than one solute dissolved in the same solvent. This method was first employed from separating color substance, and hence this process came to be known as chromatography. Chromatography. This topic തന്നെ മറ്റൊരു പോയിന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, adsorption. Okay, adsorption. മനസ്സിലായോ? അബ്സോർപ്ഷൻ അല്ല, adsorption. എന്താന്ന് നോക്കാം. The attraction between the filter paper and solute particles, they get attracted to the surface of the filter paper. This is called adsorption. The attraction between the filter paper and solute particle, they get attracted to the surface of the filter paper. This is called adsorption. Okay guys, thanks for watching my video. If you like my video, don't forget to share, subscribe and like. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ റിപ്പോർട്ട് ചെയ്യുക. Thanks for watching my video. Bye bye. Have a nice day. Thank you very much for watching my video.